ഭൂമിയിലെ ഏറ്റവും മനോഹരമായ മൃഗങ്ങളിൽ ഒന്നാണ് ആനകൾ. അവരുടെ സാന്നിധ്യം ഭയവും ആദരവും വിളിച്ചോതുന്നു. അവർ ശക്തി, ജ്ഞാനം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. കേരളത്തിൽ ആനകൾക്ക് ആളുകളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സംസ്ഥാനത്തിന്റെ സംസ്കാരം, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയിൽ അവ അവിഭാജ്യമാണ്. ആനകൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലും മതപരമായ ഘോഷയാത്രകളിലും കാണാറുണ്ട്. പ്രാദേശിക പാരമ്പര്യങ്ങളിൽ അവയുടെ പ്രാധാന്യം കാണിക്കുന്നു. എന്നാൽ കേരളത്തിലെ ആനകൾ അപ്രത്യക്ഷമായാൽ എന്തു സംഭവിക്കും? അത്തരമൊരു നഷ്ടത്തിന്റെ ബഹുമുഖ പ്രത്യാഘാതങ്ങളിലേക്ക് ആഴത്തിലുള്ള പരിവേഷണം ഈ ചോദ്യം ക്ഷണിക്കുന്നു. ആനകളുടെ വംശനാശം ആവാസ വ്യവസ്ഥയെ മാത്രമല്ല, സാംസ്കാരികവും സാമ്പത്തികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ആനകൾ നിർണായക പങ്ക് വഹിക്കുന്നു. കീസ്റ്റോൺ സ്പീഷീസുകൾ എന്ന നിലയിൽ അവയുടെ പരിസ്ഥിതിക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു. അവ വലിയ സസ്യബുക്കുകളാണ്, ധാരാളം സസ്യങ്ങൾ കഴിക്കുന്നു. ഈ മേച്ചിൽ സ്വഭാവം സസ്യവളർച്ചയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെ തഴച്ചു വളരാൻ അനുവദിക്കുന്നു. ആനകൾ വനത്തിനുള്ളിൽ വെളികൾ സൃഷ്ടിക്കുന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ അനുവദിക്കുന്നു. ഇത് വിവിധ സസ്യങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നിരവധി മൃഗങ്ങളെ പിന്തുണയ്ക്കുന്നു. ആനകൾ ഇല്ലെങ്കിൽ ഇടതൂർന്ന സസ്യജാലങ്ങളാൽ ഭൂപ്രകൃതി പടർന്നു പിടിക്കും. ഇത് സസ്യജീവിതത്തിന്റെ വൈവിധ്യത്തെ പരിമിതപ്പെടുത്തുകയും മറ്റ് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, ആനകൾ കാടിന്റെ സ്വാഭാവിക തോട്ടക്കാരാണ്. ഇവയുടെ ഭക്ഷണശീലങ്ങൾ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അവർ ചെറിയ മരങ്ങളും കുറ്റിക്കാടുകളും പിഴുതെറിയുന്നു. കാടിന്റെ മേലാപ്പിൽ വിടവുകൾ സൃഷ്ടിക്കുന്നു. ഈ വിടവുകൾ മറ്റ് സസ്യങ്ങളെ വളരാനും തഴച്ചു വളരാനും അനുവദിക്കുന്നു. ആനകളുടെ സാന്നിധ്യം ആവാസ വ്യവസ്ഥയുടെ ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആനകൾ അപ്രത്യക്ഷമായാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കും. പല സസ്യജാലങ്ങളും മൊത്തത്തിൽ കുറയുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്യാം. ഇത് മുഴുവൻ ആവാസ വ്യവസ്ഥയിലും ഒരു കാസ്കേഡിംഗ് ഫലത്തിലേക്ക് നയിക്കുന്നു. ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമായി ഈ സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു മൃഗങ്ങളും വംശനാശത്തെ അഭിമുഖീകരിക്കും. വിത്ത് വിതരണത്തിന് ആനകളും അത്യന്താപേക്ഷിതമാണ്. അവർ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു. വിത്തുകൾ കേടുപാടുകൾ കൂടാതെ ദഹന വ്യവസ്ഥയിലൂടെ കടന്നുപോകുന്നു. അവയുടെ ആവാസ വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ ചെടികളുടെ വളർച്ചയെ സുഗമമാക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ വിത്ത് നിക്ഷേപിക്കുന്നു. ആവാസ വ്യവസ്ഥയിലെ സസ്യജാലങ്ങളുടെ വൈവിധ്യം നിലനിർത്തുന്നതിന് ഈ പ്രക്രിയ അത്യന്താപേക്ഷിതമാണ്. ആനകൾ വംശനാശം സംഭവിച്ചാൽ പല സസ്യജാലങ്ങളും പുനരുൽപാദിപ്പിക്കാൻ പാടുപെടും. സസ്യജൈവിധ്യത്തിന്റെ ഈ നഷ്ടം ആത്യന്തികമായി സസ്യബുക്കുകളെയും മുഴുവൻ ഭക്ഷ്യശൃംഖലയെയും ബാധിക്കും. കേരളത്തിൽ ആനകൾ മൃഗങ്ങൾ മാത്രമല്ല, അവർ സാംസ്കാരിക ചിഹ്നങ്ങളാണ്. സംസ്ഥാനത്തിന്റെ ആചാരങ്ങളിലും അവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉത്സവങ്ങളിലും പരേഡുകളിലും മതപരമായ ചടങ്ങുകളിലും ആനകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. അവർ ശക്തിയുടെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളാണ്. പല സമുദായങ്ങളും ബഹുമാനിക്കുന്നു. ഉത്സവവേളകളിൽ മനോഹരമായി അലങ്കരിച്ച ആനയെ കാണുന്നത് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും വികാരങ്ങൾ ഉണർത്തുന്നു. കേരളത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ആനകളെ പാർപ്പിക്കുന്നു. അവ ക്ഷേത്രോത്സവങ്ങളിൽ അവിഭാജ്യ പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് തൃശൂർ പൂരം ഉത്സവം പരമ്പരാഗത ആഭരണങ്ങളാൽ അലങ്കരിച്ച ആനകളുടെ മഹത്തായ പ്രദർശനത്തിന് പ്രശസ്തമാണ്. ആനകളുടെ അഭാവം ഈ ആഘോഷങ്ങളിൽ ഒരു ശൂന്യത സൃഷ്ടിക്കും. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്തും മാറും. ഭാവി തലമുറയ്ക്ക് ഈ സമ്പന്നമായ പാരമ്പര്യങ്ങൾ നഷ്ടമാകും. കൂടാതെ ആനകൾ നാടോടി കഥകളിലും പുരാണങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കഥകളിലും ഇതിഹാസങ്ങളിലും അവ പ്രത്യക്ഷപ്പെടുന്നു. ആനകളുടെ നഷ്ടം ഈ വിവരണങ്ങളും അവ നൽകുന്ന മൂല്യങ്ങളും നഷ്ടപ്പെടുത്തും. കേരളത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആനകളുടെ സാന്നിധ്യമില്ലാതെ വ്യത്യസ്തമായ ധാരണയുണ്ടാകും. ഈ നഷ്ടം ഈ മഹത്തായ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്വബോധവും അഭിമാനവും കുറയ്ക്കും. കേരളത്തിലെ ആനകളുടെ വംശനാശത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ആനകൾ ടൂറിസം വ്യവസായത്തിന് സംഭാവന നൽകുന്നു. സംസ്ഥാനത്തിന്റെ നിർണായക വരുമാന മാർഗമാണ് ഇക്കോ ടൂറിസം. കേരളത്തിന്റെ പ്രകൃതി ഭംഗി കാണാനും ആനകൾ ഉൾപ്പെടുന്ന തനതായ സംസ്കാരം അനുഭവിക്കാനും വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നു. ഈ മൃഗങ്ങളുടെ നഷ്ടം ടൂറിസം കുറയുന്നതിനിടയാക്കും. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. നിരവധി കുടുംബങ്ങൾ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഗൈഡുകൾ, പ്രാദേശിക കച്ചവടക്കാർ എന്നിവയെല്ലാം ആനകളെ കാണാൻ വരുന്ന സന്ദർശകരിൽ നിന്ന് പ്രയോജനം നേടുന്നു. ആനകൾക്ക് വംശനാശം സംഭവിച്ചാൽ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകും. തൊഴിൽ നഷ്ടം സംഭവിക്കും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മാന്ദ്യം അനുഭവിക്കും. ഈ സാമ്പത്തിക ആഘാതം മറ്റു മേഖലകളിലേക്കും
വ്യാപിക്കും. കാരണം ടൂറിസം പലപ്പോഴും കൃഷിയെയും ചെറുകിട വ്യവസായങ്ങളെയും പിന്തുണയ്ക്കുന്നു. വിനോദസഞ്ചാരത്തിന് പുറമെ കൃഷിയിലും ആനകൾക്ക് പങ്കുണ്ട്. വനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ അവ സഹായിക്കുന്നു. അവ കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്നു. ആരോഗ്യമുള്ള വനങ്ങൾ മണ്ണൊലിപ്പ് തടയുകയും ദൂരേക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആനകൾ അപ്രത്യക്ഷമായാൽ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ ഭൂമിയുടെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം. വിളവ് നിലനിർത്തുന്നതിൽ കർഷകർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇത് ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകും. ആനകൾ നഷ്ടപ്പെടുന്നതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും. ടൂറിസം, കൃഷി എന്നിവയിൽ നിന്നുള്ള വരുമാന നഷ്ടം പ്രാദേശിക സമൂഹങ്ങളെ സമ്മർദ്ദത്തിലാക്കും. ഈ വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടും. ഇത് മേഖലയിലെ ദാരിദ്ര്യത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ആനകളുടെ വംശനാശം ജൈവ വൈവിധ്യത്തിന് വിശാലമായ നാശത്തിന് കാരണമാകും. വിവിധ ജീവജാലങ്ങളെ പിന്തുണയ്ക്കുന്ന ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആനകൾ അത്യന്താപേക്ഷിതമാണ്. അവയുടെ സാന്നിധ്യം ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ വളർത്തുന്നു. ആനകളുടെ കുറവ് ഈ സന്തുലിതാവസ്ഥയെ തകർക്കും. ഇത് മറ്റ് പല ജീവജാലങ്ങളെയും വംശനാശത്തിലേക്ക് നയിക്കും. ആനകൾ ഇല്ലെങ്കിൽ ചെറിയ സസ്യബുക്കുകൾ അമിതമായി പെരുകിയേക്കാം. അവയുടെ സ്വാഭാവിക വേട്ടക്കാരുടെ അഭാവത്തിൽ ഈ മൃഗങ്ങൾ ഭയാനകമായ നിരക്കിൽ സസ്യങ്ങളെ ഭക്ഷിക്കും. ഇത് ചില സസ്യജാലങ്ങളുടെ നാശത്തിനും പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെ മാറ്റുന്നതിനും ഇടയാക്കും. സസ്യങ്ങളുടെ ആയുസ് കുറയുന്നതനുസരിച്ച് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഈ സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജന്തുജാലങ്ങളുടെ വൈവിധ്യവും കുറയും. ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം ഒരു പാരിസ്ഥിതിക ആശങ്ക മാത്രമല്ല, അത് മനുഷ്യ സമൂഹങ്ങളെയും ബാധിക്കുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ആവാസ വ്യവസ്ഥയുടെ സേവനങ്ങൾക്ക് ജൈവ വൈവിധ്യം സംഭാവന ചെയ്യുന്നു. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥകൾ ശുദ്ധവായു, വെള്ളം, ഭക്ഷണം എന്നിവ നൽകുന്നു. കാലാവസ്ഥ നിയന്ത്രിക്കാനും പ്രകൃതി ദുരന്തങ്ങൾ ലഘൂകരിക്കാനും അവ സഹായിക്കുന്നു. ആനകളുടെ വംശനാശം ഈ സേവനങ്ങളെ തടസ്സപ്പെടുത്തും. ഇത് പ്രതിരോധ ശേഷി കുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് നയിക്കും. ആന മനുഷ്യ സംഘർഷം കേരളത്തിൽ ഒരു പ്രധാന വിഷയമാണ്. ആനകൾ കൃഷിയിടങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് കൃഷിനാശം വരുത്തുന്നത് പതിവാണ്. ഈ വലിയ മൃഗങ്ങളുമായി സഹവർത്തിത്വത്തിൽ തങ്ങളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കർഷകൻ വെല്ലുവിളികൾ നേരിടുന്നു. എന്നിരുന്നാലും ആനകളുടെ സാന്നിധ്യം നൂറ്റാണ്ടുകളായി ഭൂപ്രകൃതിയെയും സാംസ്കാരിക രീതികളെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആനകൾ ഇല്ലാതായാൽ ഈ സംഘർഷം ഇല്ലാതാകും. എന്നാൽ വന്യജീവി പരിപാലനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കും. ആനകളില്ലാതെ കർഷകർക്ക് തുടക്കത്തിൽ വിളനാശത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും മറ്റ് വന്യജീവികളിൽ നിന്ന് അവർക്ക് പുതിയ വെല്ലുവിളികൾ നേരിടാം. ആനകളുടെ അഭാവത്തിൽ കാട്ടുപന്നി, മാൻ തുടങ്ങിയ മൃഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഈ മാറ്റം മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കില്ല, അത് അതിന്റെ രൂപം മാറ്റുകയേ ഉള്ളൂ. മാത്രമല്ല, ആനകളുടെ നഷ്ടം ഭൂവിനിയോഗ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. സസ്യ വളർച്ച നിയന്ത്രിക്കാൻ പ്രകൃതിദത്ത സസ്യബുക്കുകൾ കുറവായതിനാൽ കൃഷിക്കായി കൂടുതൽ ഭൂമി വൃത്തിയാക്കാൻ മനുഷ്യൻ നിർബന്ധിതരായേക്കാം. ഇത് കൂടുതൽ ആവാസ വ്യവസ്ഥയുടെ നാശത്തിലേക്ക് നയിക്കുകയും മറ്റ് വന്യജീവികളുമായുള്ള സംഘർഷങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആനകളുടെ വംശനാശം ആളുകളിൽ ആഴത്തിലുള്ള വൈകാരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ പല വ്യക്തികൾക്കും ആനകളുമായി അഗാധമായ ബന്ധമുണ്ട്. ഈ മഹത്തായ ജീവികളെ കാണാൻ അവർ പലപ്പോഴും സങ്കേതങ്ങളോ ക്ഷേത്രങ്ങളോ സന്ദർശിക്കാറുണ്ട്. ആനകൾ നഷ്ടപ്പെടുന്നത് പലരുടെയും ജീവിതത്തിൽ ശൂന്യത സൃഷ്ടിക്കും. ആനയെ കണ്ട അനുഭവം ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ തനതായ ഒരു വശം നഷ്ടപ്പെടും. ഈ മൃഗങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതവും സന്തോഷവും നഷ്ടപ്പെടും. ഇത് വന്യജീവികളെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണയെ ബാധിച്ചേക്കാം. കൂടാതെ ആനകളെ പലപ്പോഴും സംരക്ഷണ ശ്രമങ്ങളുടെ പ്രതീകങ്ങളായി കാണുന്നു. അവരുടെ അസ്തിത്വം നമ്മുടെ പ്രകൃതി പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെ പ്രതിനിധീകരിക്കുന്നു. ആനകളുടെ വംശനാശം വന്യജീവികളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ കഴിവിനെ കുറിച്ച് നിരാശാജനകമായ സന്ദേശം നൽകും. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള ഭാവി ശ്രമങ്ങളെ ഇത് ബാധിക്കുകയും സംരക്ഷകരിലും പൊതുജനങ്ങളിലും നിരാശയുണ്ടാക്കുകയും ചെയ്യും. നിലവിൽ കേരളത്തിൽ ആനകളെ സംരക്ഷിക്കുന്നതിനായി നിരവധി സംഘടനകളും വ്യക്തികളും പ്രതിജ്ഞാബദ്ധരാണ്. ഈ സംരക്ഷണ ശ്രമങ്ങൾ ആവാസ വ്യവസ്ഥ സംരക്ഷണം, വേട്ടയാടൽ വിരുദ്ധ നടപടികൾ, പൊതു അവബോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആനകളെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധത അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ആനകൾ വംശനാശം സംഭവിച്ചാൽ ഈ സംരക്ഷണ ശ്രമങ്ങളെല്ലാം വ്യർത്ഥമായി തോന്നും. വന്യജീവി പരിപാലനത്തിലെ വിശാലമായ പരാജയത്തെ ഇത് പ്രതിഫലിപ്പിക്കും. ആനകളുടെ നഷ്ടം മറ്റു ജീവജാലങ്ങളുടെ സംരക്ഷണ സംരംഭങ്ങൾക്കും തടസ്സമാകും. പല മൃഗങ്ങളും ആനകളുമായി അവരുടെ ആവാസ വ്യവസ്ഥ പങ്കിടുന്നു. ആനകൾ അപ്രത്യക്ഷമായാൽ ആവാസ വ്യവസ്ഥ മുഴുവൻ തകരും. സംരക്ഷകർ അവരുടെ തന്ത്രങ്ങളെ പുനർവിചിന്തനം ചെയ്യുകയും ഒരു പ്രധാന ജീവിവർഗത്തെ സംരക്ഷിക്കുന്നതിന് പകരം അവശേഷിക്കുന്നവ സംരക്ഷിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും വേണം. കൂടാതെ ആനകളുടെ വംശനാശം ആഗോള സംരക്ഷണ ശ്രമങ്ങളുടെ പരാജയത്തെ സൂചിപ്പിക്കുന്നു. ആനകളെ പലപ്പോഴും മുൻനിര സ്പീഷീസുകളായി കാണുന്നു. അതായത് അവയുടെ സംരക്ഷണം ഒരേ ആവാസ വ്യവസ്ഥയിൽ മറ്റ് പല ജീവിവർഗങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കും. ആനകൾ നഷ്ടപ്പെട്ടാൽ അത് ലോകമെമ്പാടുമുള്ള സംരക്ഷണ രീതികളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യും. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പ്
നിലനിൽപ്പിനെ കൂടുതൽ അപകടത്തിലാക്കുന്ന സംരക്ഷണ പരിപാടികൾക്കുള്ള ഫണ്ടിങ്ങും പിന്തുണയും കുറയ്ക്കുന്നതിന് ഇടയാക്കും. വിദ്യാഭ്യാസത്തിലും ബോധവൽക്കരണ പരിപാടികളിലും ആനകൾക്ക് വലിയ പങ്കുണ്ട്. ആവാസ വ്യവസ്ഥയിൽ ആനകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂളുകൾ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നു. ആനകളെ പഠിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യത്തിന്റെ മൂല്യം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ആനകൾ ഇല്ലാതായാൽ വിദ്യാഭ്യാസ പരിപാടികൾ മാറും. വന്യജീവി വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താൻ അധ്യാപകർ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ മാറ്റം സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ വിച്ഛേദിക്കുന്നതിന് ഇടയാക്കും. ആനകളുടെ സാന്നിധ്യമില്ലാതെ വന്യജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകില്ല. ആനകളുടെ നഷ്ടം യുവാക്കൾക്കിടയിൽ സംരക്ഷണ മനോഭാവം വളർത്തുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തും. ഇത് ഭാവി തലമുറകൾക്കും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആനകളുടെ വംശനാശം ഗവേഷണ സാധ്യതകളെയും ബാധിക്കും. ആനകളുടെ പെരുമാറ്റം, പരിസ്ഥിതി, സാമൂഹിക ഘടന എന്നിവയെക്കുറിച്ച് അറിയാൻ ശാസ്ത്രജ്ഞർ അവയെ പഠിക്കുന്നു. ഈ ഗവേഷണ അവസരം നഷ്ടപ്പെടുന്നത് വന്യജീവി ചലനാത്മകതയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ തടസ്സപ്പെടുത്തും. ഇത് സംരക്ഷണ ശ്രമത്തിലെ പുരോഗതിയെയും ആവാസ വ്യവസ്ഥയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയും വൈകിപ്പിക്കും. ആനകൾ വംശനാശം സംഭവിച്ചാൽ അത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ബദൽ പര്യവേക്ഷണം ചെയ്യാൻ അവസരമൊരുക്കും. കൃഷിഭൂമി കൈകാര്യം ചെയ്യുന്നതിനും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം തടയുന്നതിനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാകും. വന്യമൃഗങ്ങളെ ആകർഷിക്കാത്ത വിളകൾ കൃഷി ചെയ്യുന്നതിൽ കർഷകർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കൂടാതെ വന്യജീവി ഇടപെടലുകൾ ട്രാക്ക് ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പങ്കുണ്ട്. എന്നിരുന്നാലും ഈ ബദലുകൾ കാതലായ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യില്ലെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആനകളുടെ നഷ്ടം മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കാതെ പ്രശ്നത്തെ മാറ്റിമറിക്കും. താരചലനത്തിന് പകരം സഹവർത്തിത്വത്തിന് മുൻഗണന നൽകുന്ന സുസ്ഥിര പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മാത്രമല്ല, ആനകളുടെ അഭാവം ആവാസ വ്യവസ്ഥയുടെ ചലനാത്മകതയെ മാറ്റിമറിക്കും. ഒരിക്കൽ ആനകൾ വഹിച്ചിരുന്ന പാരിസ്ഥിതിക റോളുകൾ വിവിധ ജീവിവർഗങ്ങൾ നിറയ്ക്കുന്നതിനാൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നേക്കാം. ഈ മാറ്റം വന്യജീവി പരിപാലന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. കേരളത്തിലെ ആനകളുടെ വംശനാശം സംസ്ഥാനത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് പ്രതിധ്വനിക്കും. ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പ്രതീകാത്മക മൃഗങ്ങളാണ് ആനകൾ. അവയുടെ നഷ്ടം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാൽ നയിക്കപ്പെടുന്ന ജീവിവർഗങ്ങളുടെ വംശനാശത്തിന്റെ വിശാലമായ പ്രവണതയെ പ്രതീകപ്പെടുത്തും. വന്യജീവി സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ വർദ്ധിച്ച ശ്രമങ്ങൾക്കും വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾക്ക് കൂടുതൽ ശക്തമായ സംരക്ഷണം നൽകേണ്ടതിന്റെ ആവശ്യകതയ്ക്കും ഇത് ഇടയാക്കും. സമാനമായ ഭീഷണി നേരിടുന്ന മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹങ്ങൾ അണിനിരക്കും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലുള്ള നമ്മുടെ പരാജയവും സംരക്ഷണത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും അത് പ്രതിഫലിപ്പിക്കും. ഈ മൃഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കാൻ നാം ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. തലമുറകളോളം ആനകൾ കാടുകളിൽ വിഹരിക്കുന്നത് ഉറപ്പാക്കാനുള്ള നമ്മുടെ കൂട്ടായ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ ഭാവി. വിദ്യാഭ്യാസം, അവബോധം, സംരക്ഷണം എന്നിവയിലൂടെ ഈ ദുരന്തം തടയാനും നമ്മുടെ ലോകത്തെ സമ്പന്നമാക്കുന്ന അവിശ്വസനീയമായ വന്യജീവികളെ സംരക്ഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈ വീഡിയോയോട് വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.